അടുത്തൊരു ക്വസ്റ്റ്യനാണ് ഇത്. ഇത് കാണുമ്പോഴും അതെ ലീനിയർ ആണെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ, ടെക്സ്റ്റിൽ സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളിതിനെ റീഅറേഞ്ച് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ചെയ്ത് പരിചയം തന്നെ വേണം. നമുക്ക് എന്തായാലും dy/dx അല്ലെങ്കിൽ dx/dy കിട്ടുമോ നോക്കി നോക്കാം. ടെക്സ്റ്റിൽ ഇതിൽ സോൾവ് ചെയ്തിട്ടുണ്ട്, dx/dy ആക്കിയിട്ടാണ് സോൾവ് ചെയ്തിട്ടുള്ളത്. അത് സിമ്പിളാണ്. അപ്പോൾ നമുക്ക് dx/dy ആയിട്ട് തന്നെ പോവാം. ഓക്കെ, y/dx ഇവിടെ നിർത്താം. ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കൊണ്ട് ഇത്രയും വലിയ മൈനസ് ടേം അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്ലസ് എക്സ് പ്ലസ് 2y² dy. ഇനി dx/dy ആക്കാൻ വേണ്ടിയിട്ട് ഡിവൈനെ അങ്ങോട്ട് കൊണ്ടുവരാം, വൈനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും, dx/dy ഈക്വൽ ടു എക്സ് പ്ലസ് 2y²/y. അപ്പോൾ എന്താവും, dx/dy ഈക്വൽ ടു, നമുക്ക് രണ്ട് കഷ്ണാക്കി മാറ്റത്തിന് ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കളയാലോ. അപ്പോൾ ചിലവർ കണ്ടിട്ടുണ്ട് ഇവിടെ തന്നെ കട്ട് ചെയ്ത് കളയുന്നവരുണ്ട്. മണ്ടത്തരമാണ് അത്, എത്ര കാലമായി പറയണു, എന്നാലും ചെയ്യും. 2y²/y. dx/dy ഈക്വൽ ടു x/y പ്ലസ് ഇവിടെ വൈയും ഈ y² വൈയും കട്ട് ചെയ്ത് കളയാം, 2y. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ ഫോമിൽ ഓൾമോസ്റ്റ് ഒക്കെ ആവുന്നുണ്ട്. dx/dy ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എക്സിൻ്റെ ടേമാണ് അല്ലേ. ഞാൻ വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിൽ എടുത്ത് കാണിക്കാം. dx/dy ഉണ്ടെങ്കിൽ ഒരു എക്സിൻ്റെ കൂടെയാണ് പി നിൽക്കേണ്ടത്. അപ്പോൾ തെറ്റ് ചെയ്യരുത്, ഇവിടെ വൈൻ്റെ ടേമുണ്ട് എക്സിൻ്റെ ടേമുണ്ട്. എക്സിൻ്റെ ടേം വേണം ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. dx/dy കൂടെ എക്സിൻ്റെ ടേം ഈക്വൽ ടു 2y അപ്പുറത്ത് തന്നെ നിന്നോട്ടെ. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമായി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത്രയും വലുതാണ്. അല്ല, എന്തിനാ ഇപ്പോൾ dy/dx പഠിച്ചതല്ലേ, അതന്നെ മതിയായിരുന്നില്ലേ തോന്നുന്നവരുണ്ടാവും. എന്തുകൊണ്ട് dx/dy ആക്കിയെന്ന് പറയാം. dy/dx നിങ്ങൾ ആക്കിയിരുന്നെങ്കിൽ, dy/dx ആണ് നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഈ ഫ്രാക്ഷൻ ഉണ്ടല്ലോ എക്സ് പ്ലസ് 2y²/yക്ക് പകരം കിട്ടുക y/x+2. നേരെ തലതിരിച്ചാൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ സ്പ്ലിറ്റ് ചെയ്ത പോലെ ഇല്ല, പറ്റില്ല. y/x പ്ലസ് y/2y², ആ സ്പ്ലിറ്റിങ് നടക്കില്ല, പാടില്ല. ന്യൂമറേറ്ററിൽ രണ്ട് കഷ്ണം ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിനോമിനേറ്ററിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഇമ്പോസിബിലിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് dx/dy ആക്കി മാറ്റിയത്. സോ dx/dy ആക്കുന്നതാണ് നല്ലത്. ചെയ്തൊരാൾ മാത്രമേ അങ്ങനെ ആലോചിക്കുള്ളൂ. ഓക്കെ, സപ്പോസ് ഇങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ, അഥവാ ചെയ്ത് ഇവിടെ എത്തിയെന്നുണ്ടെങ്കിൽ തിരിച്ച് ആലോചിച്ച് നോക്കാം, പെട്ടെന്ന് മറ്റേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കി. കുറച്ച് വേർത്തു എന്നറിയാം, എന്നാലും ചെയ്തേ പറ്റുള്ളൂ. പിയും ക്യൂ ഐഡൻറ്റിഫൈ ചെയ്യലാണ് അടുത്ത ചടങ്ങ്. പി എന്താണ്, ക്യൂ എന്താണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ കൂടെ എന്താണോ ഉള്ളത് അത്, മൈനസ് ഉണ്ടെങ്കിൽ അവനെയും കൂടെ കൂട്ടണം, -1/y. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ സമത്തിൻ്റെ അപ്പുറത്ത് നിൽക്കണ, ഒറ്റയ്ക്ക് നിൽക്കണ, ശ്രദ്ധിക്കുക വൈൻ്റെ ടേംസിലായിരിക്കും. dx ആണെങ്കിൽ വൈൻ്റെ ടേംസിലായിരിക്കും. പിയും ക്യൂവും കിട്ടിയല്ലോ. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, e⁻p⁴dy അല്ലേ. ഇവിടെ dy ആണ്, കാരണം പി വൈൻ്റെ ഫംഗ്ഷനാണ്. നമുക്ക് ഇൻ്റഗ്രൽ p⁴ സെപ്പറേറ്റ് കാണാം. ഇവിടെ ചെയ്യുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ. p⁴ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ പി എന്താ നമുക്ക് കിട്ടിയത്, -1/y dy അല്ലേ. മൈനസ് പുറത്തെടുക്കാമല്ലോ. അപ്പോൾ 1/yൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, log mod y പ്ലസ് c. ഇടണ്ടെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇടരുത്. ഓക്കെ, നിങ്ങളിവിടെ മോഡ് ഒഴിവാക്കിക്കോളൂ. ഞാൻ എല്ലാ ആൻസറിലും ശ്രദ്ധിക്കുന്നു. അവർ ഈ ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്നതിൽ ഈ മോഡ്ലെസ് പരമാവധി അവർ ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, മോഡ്ലെസ് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. log x ആയിട്ട്, അല്ലെങ്കിൽ 1/xൻ്റെ ഇൻ്റഗ്രലായിട്ട് നിങ്ങൾ log mod x എടുക്കണ്ട, log x ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഒന്ന് ഓർത്ത് വെച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ പലയിടത്തും സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. വെറും log y എന്ന് മാത്രം എടുത്താൽ മതി, മോഡ്ലെസ് വേണ്ട. ഓക്കെ, അപ്പോൾ p⁴ൻ്റെ ഇൻ്റഗ്രൽ കിട്ടി, -log y e⁻−log y. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈയും ലോഗും കട്ട് ചെയ്ത് കളയാനുള്ള ആവേശമൊക്കെ ഉണ്ടായിരിക്കും, ചെയ്യരുത്. ഓക്കെ, ഈ മൈനസ് ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. ഈ മൈനസ് പുറത്തെടുക്കാനും കഴിയില്ല. ഓക്കെ, പക്ഷെ നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, -log x എന്ന് പറഞ്ഞാൽ log 1/x ആണ്. ഇങ്ങനെ മാറ്റി എഴുതാനും അറിയണം. അപ്പോൾ -log y എന്ന് പറഞ്ഞാൽ എന്താവും, log 1/y ആവും. ഇനി ചെയ്യാലോ, ഈ ലോഗും കട്ട് ചെയ്ത് കളയാലോ. അപ്പോൾ എന്താവും, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ 1/y ആണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടി. മൂന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. നാലാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ എഴുതുക. ജനറൽ സൊല്യൂഷൻ ശ്രദ്ധിക്കുക, y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അല്ല, x ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx അല്ല dy പ്ലസ് c.
ഡി വൈ കൊടുക്കാൻ മറ്റൊന്നുമല്ല, ക്യൂവും ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറൊക്കെ വൈൻ്റെ ടേംസിലുള്ള ഫംഗ്ഷൻ ആവും. ഇനി നാലാമത്തെ സ്റ്റെപ്പ് ജനറൽ സൊല്യൂഷൻ എഴുതലാണ്. അത് എഴുതി. എക്സ് ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ മുകളിലുണ്ട് 1/y ഈക്വൽ ടു ഇൻറ്റഗ്രൽ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുവരെ യൂസ് ചെയ്തിട്ടില്ല. ക്യൂ എവിടെ താഴെ ഉണ്ടാകും, 2y. അപ്പോൾ ക്യൂവിൻ്റെ സ്ഥാനത്ത് ഞാൻ 2y എഴുതി കൊടുത്തു. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ 1/y dy പ്ലസ് സി. ഓക്കെ, എക്സ് ഇൻറ്റു 1/y ഈക്വൽ ടു 2yയും താഴത്തെ വൈയും കട്ടായിപ്പോയി. ഇൻറ്റഗ്രൽ 2dy പ്ലസ് സി. എക്സ് ഇൻറ്റു 1/y എന്ന് പറഞ്ഞാൽ x/y ഈക്വൽ ടു 2ൻ്റെ ഇൻറ്റഗ്രൽ പറഞ്ഞാൽ 2 പുറത്തേക്ക് എടുക്കാം. ഇവിടെ dy ആണ്, dx അല്ല. dx ആയിരുന്നെങ്കിൽ 1ൻ്റെ ഇൻറ്റഗ്രൽ x എന്ന് പറയായിരുന്നു. ഇവിടെ 1ൻ്റെ ഇൻറ്റഗ്രൽ y ആയിരിക്കും, 2y പ്ലസ് സി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോർമലി നമ്മൾ y ഈക്വൽ ടു എന്നാണ് സൊല്യൂഷൻ എഴുതാറുള്ളത്. ഇവിടെ നിർത്തിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ല, ഇവിടെ നമ്മൾ x ഈക്വൽ ടു എന്നാണ് സൊല്യൂഷൻ എഴുതേണ്ടത്. എല്ലാം തലതിരിഞ്ഞിട്ടല്ലേ. x ഈക്വൽ ടു y നാണ്ട് കൊണ്ടായാൽ 2y² പ്ലസ് cy. ഇതാണ് സൊല്യൂഷൻ. സിമ്പിളാണ്. ഓക്കെ, ചെയ്ത് പഠിക്കണം എന്ന് മാത്രം.